രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ദിവ്യ? ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ? ചേച്ചി വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. നിങ്ങളെ മാന്യമായ സൈഡ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. 50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അയ്യോ സാർ, കള്ളന്മാർ ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവന്മാർ. എടി ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. ഒരു പെണ്ണാണ് ഞാനൊന്നും പറഞ്ഞത്. നിങ്ങൾ എന്നെ ചേച്ചി സോറി ചേച്ചി. സോറി. അല്ല, സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. സോറി. എടാ, ഇവള് നമ്മളെക്കാളും തറയടാ. നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി നിരങ്ങും. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടാ ഞാൻ. തന്റെ വായിക്കാത്ത ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത്, 50 ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. 50ന്റെ അപ്പ ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിച്ച പൊട്ടി ഞാൻ 50ന്റെ അകത്ത് നീ പറഞ്ഞ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. കാല് പിടിക്കാൻ ഞങ്ങൾക്ക് വേറെ എന്റെ കുടുംബത്തിന്റെ മാനം പ്ലസ് എന്റെ സേഫ്റ്റി ഹോംസ്. എന്റെ കാലങ്ങൾ തൊട്ടോടടി പെണ്ണെ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. പരാതി കൊടുത്തതിന് കൊടുക്കാനിടയായ ഒരു സാഹചര്യം അതെന്താണ്? നീയുടെ ഭീഷണിയാണ്. എങ്ങനെ? നീയുടെ ഭീഷണിയാണ്. നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ അവനെ ഫ്രഞ്ച് കിസ് അടിക്കാം. കണ്ടിന്യൂസ്ലി പൈസ വാങ്ങും തോറും ദിയെ ഇങ്ങനെ എത്രത്തോളം ക്യാഷ് നമ്മുടെ സാധാരണക്കാരെ എത്രത്തോളം പറ്റിക്കാമോ അത്രത്തോളം പറ്റിക്കുകയും ദിയെ സംബന്ധിച്ചിടത്തോളം ദിയക്ക് ഇതൊരു കണ്ടന്റ് മാത്രം. പട്ടി കഴിവേറടാ മോളെ. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ഏത് കുട്ടികളെ ആവട്ടെ ആരെയാലും പറ്റിച്ച് ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു മെത്തേഡാണ് അവരത്. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം.